ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റഷ്യസ് കോർണർ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത്. ഒരു പൊട്ടാറ്റോ, 2 ക്യാരറ്റ്, ഒരു 8 ബീൻസ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഗ്രീൻ പീസ് നല്ലപോലെ കുതിർത്തെടുത്തതും, ഒരു 1/2 ബീട്രൂട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു 7 പച്ചമുളക്, സെയിം ക്വാണ്ടിറ്റിയിൽ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ പെരിഞ്ജീരകം, 2 പട്ട, 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 ഏലയ്ക്കും കൂടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ ചിരകിയതും അതുപോലെ പുതിന ഇലയും മല്ലിയിലയും സെയിം ക്വാണ്ടിറ്റി തന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 3 കപ്പ് അരി നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പൈസസ് പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, ബേ ലീഫാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് 3 ഉള്ളി സ്ലൈസസ് ആയി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഇവിടെ ചൂടാവാൻ വെച്ചിരിക്കുന്നത്. ആദ്യം മസാല ഇൻഗ്രീഡിയൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നീട് മസാല ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ പച്ചമുളകിൻ്റെ ആ ഒരു നിറം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പുതിന ഇലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. പുതിന ഇലയും മല്ലിയിലയും ഇട്ടതിന് ശേഷം കൂടുതൽ നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ കളർ മാറുന്നതായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നല്ലപോലെ തണുത്ത ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ സ്റ്റൗവിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തു. ചൂടായതിനു ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തു. പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, ബേ ലീഫാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് സ്ലൈസസായി കട്ട് ചെയ്ത 2 ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു മുന്നേ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഉള്ളി നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ബീട്രൂട്ടാണ്. ചെറുതാണെങ്കിൽ 1 ബീട്രൂട്ട് എടുക്കാവുന്നതാണ്, വലുതാണെങ്കിൽ അതിൻ്റെ 1/2 മതി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗ്രീൻ പീസാണ്. 1/2 കപ്പ് ഗ്രീൻ പീസ് നല്ലപോലെ കുതിർത്തെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. ബീൻസ് ഒരു 8 എടുത്തിട്ടുണ്ട്, 1 പൊട്ടാറ്റോ, 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു 3 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പുലാവിന് നല്ലൊരു ടേസ്റ്റ് കൂടുന്നതായിരിക്കും. ഇപ്പോൾ മസാല ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം 1/2 കപ്പ് തേങ്ങ ചിരകിയതും ഒരല്പം വെള്ളം കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് അരഞ്ഞു കിട്ടണം. ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നീട് നമ്മൾ കഴുകി വെച്ച അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരിയാണ് നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അരി നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. ആ ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ അരിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മസാല കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. മസാല ഇൻഗ്രീഡിയൻസ് എല്ലാം ഫ്രൈ ചെയ്ത് അരച്ചെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഉടനെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മിക്സി ജാറ് കഴുകിയ ഒരല്പം വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് അവസാനമായി നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളത് 2 സ്പൂൺ നെയ്യാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെള്ളം തിളപ്പിച്ച് ഒഴിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ലിഡ് ക്ലോസ് ചെയ്ത് ഒരു വിസലാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത്. ഒരു വിസലായ ശേഷം നല്ലപോലെ തണുത്തിട്ടാണ് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറും അതുപോലെ അടിപൊളി ടേസ്റ്റും കൂടിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുത്തു വിടാനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാനും ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഇന്നത്തേത്. കച്ചമ്പർ അല്ലെങ്കിൽ റൈത്തക്കൊപ്പം ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.